തൂഫാൻ ദി നാർക്കോ ഹണ്ട് ഇന്ന് ആരംഭിക്കുകയാണ് ജൂൺ 1-ാം തീയതി. പക്ഷെ ഇതെങ്ങനെ വിജയകരമായിട്ട് പൂർത്തീകരിക്കുമെന്നത് ഇപ്പോഴും വലിയ ചോദ്യചിഹ്നമായിട്ട് നിലനിൽക്കുകയാണ്. കാരണം ലഹരി മാഫിയയുമായിട്ട് വഴിവിട്ട ബന്ധം പുലർത്തുന്ന നിരവധി പോലീസ് ഉദ്യോഗസ്ഥരാണ് നമ്മുടെ നാട്ടിലുള്ളത്. മലപ്പുറത്ത് കരിപ്പൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഷറഫുദ്ദീൻ, അതേപോലെ മറ്റു ചില ഉദ്യോഗസ്ഥരെയൊക്കെ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടിട്ട് സസ്പെൻഡൊക്കെ ചെയ്യുന്ന സാഹചര്യമൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെ ഇത്തരത്തിലുള്ള കറപ്റ്റ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ടാകുമ്പോൾ വിജയകരമായിട്ട് നടപ്പിലാക്കാൻ പറ്റും? ആദ്യമേ തന്നെ രമേശ് ചെന്നിത്തല ചെയ്യേണ്ടത് ഓപ്പറേഷൻ തൂഫാൻ പോലീസ് നടപ്പിലാക്കണം. കാരണം താങ്കൾ പറഞ്ഞ കേസിൽ ഇന്നലെ ചൈത്ര തെരേസ ജോൺ എന്ന് പറയുന്ന മലപ്പുറം SP അവർ വന്ന് ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ട് മാധ്യമങ്ങൾക്ക്. ആ ബൈറ്റിൽ തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 3 പോലീസുകാരെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു, ചില പോലീസുകാർക്ക് വലിയ ബന്ധമുണ്ട് എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ വിശദീകരണം ഞാൻ പിന്നെ തരാം. ആ ബന്ധമുണ്ടെന്ന് പറഞ്ഞില്ല. രണ്ടാമത് അവർ പറഞ്ഞേക്കുന്നത് ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും ഈ ലഹരി മാഫിയയുമായി ബന്ധമുണ്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ അവർ പറഞ്ഞതിൻ്റെ അടുത്ത് നിന്ന് വായിച്ചെടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവരെക്കാൾ മുകളിലുള്ള കൂടുതൽ സ്റ്റാറുകളൊക്കെ കൂടുതലുള്ള വലിയ ഉദ്യോഗസ്ഥർക്ക് പോലും ഇതുമായി ബന്ധമുണ്ടെന്നാണ്. ഇനി ഇതൊക്കെ പോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ഒരു SHO, അദ്ദേഹം CI ആയിരുന്നു, അദ്ദേഹം താമസിച്ചു കൊണ്ടിരുന്നത് തന്നെ ഈ പറയുന്ന മയക്കുമരുന്ന് കണ്ടെടുത്തിട്ടുള്ള ഒരു വീട്ടിലാണ്. 40 ഗ്രാം MDMA കണ്ടെടുത്തിട്ടുള്ള വീട്ടിലാണ് പുള്ളി താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളിയുമായിട്ട് അത്ര വലിയ സൗഹൃദം ആ ആളുകൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി ഇതുപോലെ തന്നെ നിലമ്പൂരിൽ ഒരു ഫാം ഹൗസ് ഉണ്ടായിരുന്നു. ആ ഫാം ഹൗസിൻ്റെ ഉടമയെ ഇതുപോലെ മയക്കുമരുന്നുമായിട്ട് പിടിച്ചു. ആ ഫാം ഹൗസിൽ അവിടെയുള്ള CIയും DYSPയും അടക്കമുള്ള ആളുകൾ നിത്യസന്ദർശകരായിരുന്നു. അപ്പോൾ ആദ്യമേ തന്നെ രമേശ് ചെന്നിത്തല മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന തൂഫാൻ എന്നൊക്കെ പറയുമ്പോൾ ആദ്യമേ ഈ കൊടുങ്കാറ്റ് അഞ്ഞടിക്കേണ്ടത് മറ്റേ കേരള പോലീസിനകത്താണ്. ഞാൻ ഗൗതത്തിനോട് ഇപ്പോഴും നല്ല ഉറച്ച ശബ്ദത്തോടുകൂടി പറയുന്നു, ഇതൊന്നും എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇത് നാഷണൽ ഇൻ്റർനാഷണൽ ബന്ധങ്ങളുള്ള വലിയ ആളുകളാണ്. ഇപ്പോഴും കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് ഒരു ദിവസം ഒരാളെ പിടിച്ചിട്ടുണ്ട്. അയാൾ 850 ഗ്രാം MDMA ആയിട്ട് പിടിക്കപ്പെട്ടതാണ്. അയാൾ കുറച്ച് നാൾ മുമ്പ് വരെ ഏതാണ്ട് 1 കിലോയിൽ കൂടുതൽ ആയിട്ട് പിടിക്കപ്പെട്ടതാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി ഇപ്പോൾ ഇത്തിരി ക്വാണ്ടിറ്റി കുറച്ചു എന്നുള്ളത് മാത്രമാണ് ആദ്യത്തെ പിടുത്തം ഉണ്ടായിട്ടുള്ളത്. മനസ്സിലായി? അത് മിക്കവാറും കിട്ടാത്തതുകൊണ്ടായിരിക്കും. അപ്പം അല്ലാതെ വേറെ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ആവേശത്തോടുകൂടി ഇത് ഡയലോഗ് അടിക്കാം. ഇതിലൊന്നും വലിയ കാര്യമില്ല. ഈ തൂഫാൻ എന്നുള്ള പേരിലൊന്നും കാര്യമൊന്നുമില്ല. ഇതിനു മുമ്പ് കേരള ഗവൺമെൻറ്റിൻ്റെ യോദ്ധാവ് മറ്റേ ഇങ്ങനെ പല പേരുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇത് രമേശ് ചെന്നിത്തല വിചാരിച്ചാലോ VD സതീശൻ വിചാരിച്ചാലോ പോലും ഇപ്പം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അത്രയും വലിയ സമ്മർദ്ദമാണ് ഇതിൻ്റെ പുറകിലുള്ള ഗ്രൂപ്പുകളുടെ ഇതുണ്ടാകാൻ പോകുന്നത്. അവർ പലപ്പോഴും വലിയ ഫണ്ട് ചെയ്യുന്ന ആളുകളാണ്. ഇനി പറഞ്ഞ ജനത്തിന് വലിയ അതിശയോക്തി തോന്നും. ഇപ്പോൾ ലൂസിഫർ സിനിമയിൽ പറയുന്നില്ലേ, മെഡിസിൻ ഡ്രഗ്സ് എന്ന് പറയുന്നിട്ട് ഉടനെ മോഹൻലാൽ പറയുന്നുണ്ട് ദാറ്റ് മീൻസ് നാർക്കോട്ടിക്സ്. അതായത് അത്തരത്തിലുള്ള ആളുകളാണ് പുറകിലുള്ളത് എന്ന് പറഞ്ഞാൽ ഡ്രഗ്സാണ് എന്നുള്ളത് പുള്ളി എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. നമ്മുടെ ചില ഫാർമ മരുന്ന് കമ്പനികൾ നമ്മുടെ പിന്നെ ഫണ്ട് ചെയ്യും. അതിന് ഈ പറയുന്ന പോലെ ചാണ്ടി ഫണ്ട് ചെയ്താൽ പോരാ, മറ്റേ എന്താണ് എടപ്പാട്ടിൽ ചാണ്ടി എന്ന് പറയുന്ന ആൾ ഫണ്ട് ചെയ്താൽ പോരാ, അത്ര ചെറിയ പാർട്ടി ഫണ്ട് ചെയ്യേണ്ടതല്ല UDF എന്ന് പറയുന്നത്. UDF എന്നല്ല, അതിന് വേറൊരു പേരെ പറയുന്നത്, മണപ്പാട്ടിൽ ചാണ്ടി ഫണ്ട് ചെയ്യേണ്ടതല്ല UDF, നമുക്ക് വലിയ ഫണ്ട് വരും എന്ന് പറയുന്നത്. അത്തരത്തിൽ വലിയ ഫണ്ട് വരുന്ന പല കാര്യങ്ങളുമുള്ള വലിയൊരു സംഭവമാണിത്. ഇനി അടുത്തത് ഗൗതത്തിനോട് ഞാൻ പറയാം, ഇപ്പം ചില ഞാനൊരു ഹിന്റ് കൂടി ഗൗതത്തിനറിയാം, ഇത് തുറമുഖ നഗരമാക്കി കേരളത്തെ മാറ്റണമെന്ന് പറയണം. അതിന്റെ പിന്നിൽ തുറമുഖ നഗരം ഞാൻ പറഞ്ഞ അതിന്റെ പിന്നിൽ എന്തുണ്ടെന്നുള്ളത് അവിടെ നിൽക്കട്ടെ, അതിലേക്ക് പോകണ്ട. ഞാൻ പറഞ്ഞ മുദ്ര പോർട്ടിൽ എത്ര തവണ ഇത് പിടിക്കണമെന്നറിയോ? എത്ര? ഈ കഴിഞ്ഞ തവണ തന്നെ 1000 കിലോയിൽ കൂടുതൽ 1000 മറ്റേ ടണ്ണ് കണക്കിന് സാധനം എന്ത് ചെയ്തിട്ടുണ്ട്. മുദ്ര പോർട്ടിൽ നിന്ന് നിരവധി തവണ പിടിച്ചിട്ടുണ്ട്. മുദ്ര പോർട്ടാരെ മാനേജ് ചെയ്യണം? അദാനിയുടെ പോർട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞ അദാനി ഇത് ചെയ്യുന്നു എന്നുള്ളതൊക്കെയല്ല. പക്ഷെ ഇത്തരം പ്രൈവറ്റ് ആളുകൾക്ക് ഇത് മാനേജ് ചെയ്യാൻ വേണ്ടി കൊടുക്കുമ്പോൾ ഗവൺമെൻറ് കർശനമായിട്ടുള്ള സുരക്ഷ കൂടി അവിടെ പാലിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ആ പോർട്ട് വഴി ഇത്രത്തോളം സാധനങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുന്നത്? അപ്പം അതൊക്കെ വലിയ ചോദ്യചിഹ്നമാണ്. അതുകൊണ്ട് ഇതൊക്കെ മറ്റേ എന്ത് ചെയ്യാം, ഒരു ഇമേജ് ബിൽഡിംഗ് എക്സസൈസായി മാത്രം നമ്മൾ കണ്ടാൽ മതി. യോദ്ധാവ്, മറ്റേ തൂഫാൻ എന്നൊക്കെ പറയുന്നത് അവർക്കൊന്നും ആത്മാർത്ഥയില്ലെന്നല്ല ഞാൻ പറഞ്ഞ. അവർ പോലും പിടിച്ചാൽ കിട്ടാത്ത, നിൽക്കാൻ പറ്റാത്ത ശക്തികളാണ് ഇതിൻ്റെ പുറകിലുള്ളത്. ആരാണത്? അല്ല, അത് ആരാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ XO YO എന്നൊക്കെ നമുക്ക് പറയാം. അതിലൊന്നും കാര്യമില്ല. ഞാൻ ഇപ്പോൾ കഴിഞ്ഞോണം തന്നെ പറഞ്ഞില്ല, ഇപ്പോൾ കേരളത്തിലേക്ക് 250 കോടി രൂപയുടെ മയക്കുമരുന്ന് എന്ന് പറഞ്ഞാൽ ആരാണ് 250 കോടി രൂപ ഈ സാധനം മേടിക്കണം? 250 കോടി മയക്കുമരുന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിറ്റിട്ട് കാശ് തന്നാൽ മതി, നിങ്ങൾ ഷോറൂമിൽ വെച്ചോന്ന് പറഞ്ഞാൽ ആരെങ്കിലും തരുമോ?
ഇപ്പോൾ ഗൗതം അറിയേണ്ടത് സൂപ്പർ മാർക്കറ്റ് നമ്മൾ നടത്തുന്നതാണ്, പ്രോക്ടർ ആൻഡ് ഗാംബിളോ അല്ലെങ്കിൽ അതുപോലെയുള്ള കമ്പനികളോ നമുക്ക് ഒരാഴ്ചത്തേക്ക് ക്രെഡിറ്റ് ചെയ്യും. കാരണം നമ്മൾ ഇവിടെ ലുലുവിൽ ചെന്നാൽ കാണാമല്ലോ, നമ്മുടെ സാധനം അവിടെ തന്നെ ഇരിക്കേണ്ടതാണ്. മയക്കുമരുന്ന് അങ്ങനെയല്ലല്ലോ. ഞാൻ ഗൗതത്തിന് ഫ്രീ ആയി തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഗൗതത്തിന് അന്വേഷിക്കാൻ നടക്കാൻ പറ്റുമോ? ഇല്ല. വിറ്റിട്ട് കാശെന്ന് പറയാൻ പറ്റില്ല. ഏറ്റവും കുറഞ്ഞ പകുതി പണമെങ്കിലും ഏറ്റവും ആദ്യം മേടിക്കണം. അപ്പോൾ അത്തരത്തിൽ ഞാൻ പറഞ്ഞ 250 കോടിയിൽ 100 കോടിയോ 125 കോടിയോ കൊടുക്കാൻ പറ്റുന്ന ആരാണ്? അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ വലിയ ബിനാമി ഇടപാടുകളുണ്ട്. ആ ബിനാമി ഇടപാടുകളുടെ ഉള്ളിൽ വലിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഗൗതം ഇപ്പം തന്നെ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇവിടെ നിന്ന് എക്സും വൈയും എന്ന് പറയാൻ പറ്റില്ല. ഇനി പറഞ്ഞാലും ശരിയാവില്ല, കാരണം നമുക്ക് ഇതിൻ്റെ തെളിവൊന്നും ഹാജരാക്കാൻ പറ്റില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള എല്ലാ ഡീലിങ്ങിൻ്റെ പുറകിലും ഇത്തരത്തിലുള്ള വലിയൊരു നെക്സസ് ഉണ്ട്. പിന്നെ ഇനി അടുത്തൊരു കാര്യം ഗൗതത്തോട് പറയട്ടെ, ഈ കേസുകൾ ഒരുപാട് പിടിക്കുന്നുണ്ടെന്ന് പറയണല്ലോ കേരളത്തിൽ. അതെങ്ങനെ പിടിക്കണമെന്ന് അറിയോ? ചെറിയ ചെറിയ ഡീലിങ്ങുകൾ നടത്തുന്ന ആളുകളെ മുഴുവൻ ഇവർ പിടിക്കുകയും വലിയ ആളുകളായി ഇവർ നിൽക്കുകയും ചെയ്യും. മനസ്സിലായി? ഇപ്പം സത്യം പറഞ്ഞാൽ ശ്രീത്ത് എന്ന് പറഞ്ഞൊരു പോലീസുകാരുണ്ട്. കഴിഞ്ഞ ദിവസം ഇരുന്നിട്ട് ഒരു ചാനലിൽ ചർച്ചയിലിരുന്ന് പുള്ളി തന്നെ പറയുന്നുണ്ട് ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ആരാ പറയുന്നത്? ഒരു സർക്കിളിൽ SHO ആയിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവർ ഈ ഫാം ഹൗസിൽ പോകുന്ന DYSPക്ക് CIക്കും ഇത് അറിയാത്തതാണോ? ക്രിമിനൽ കേസ് അന്വേഷിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ ക്രിമിനലുകളാകുന്നത് എന്തുകൊണ്ടാണ്? ക്രിമിനലുകളാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൗതം വളരെ ലളിതമായിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മദ്യപിക്കാത്തൊരു എത്ര പോലീസുകാരെ ഗൗതത്തിനറിയാം? എത്ര പേരറിയാം? 100 പേരുണ്ടെങ്കിൽ 98 പേരും എന്ത് ചെയ്യും? എന്താ അതിൻ്റെ കാര്യമെന്ന് അറിയൂ? ഇത് ഗൗതം ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ എത്തിച്ചെല്ലുമ്പോൾ ആയിപ്പോകുന്ന ഒരു രീതിയാണ്. ഉദാഹരണത്തിന് നമ്മൾ വെറുതെ നിൽക്കുമ്പോൾ നമുക്കൊരു 1000 രൂപ കൈക്കൂലി കിട്ടും. മനസ്സിലായി? ഒരു 2000 രൂപ കൈക്കൂലി കിട്ടും ഒരു ദിവസം. അത് അവിടെ നമ്മൾ അത്തരത്തിലുള്ള ഒരു ഗ്യാങ് ഉണ്ടാകും. ആ ഗ്യാങ്കുകാരൊക്കെ കൈക്കൂലി മേടിച്ച് നമുക്ക് എല്ലാവർക്കും തരുന്നത് മറ്റേ സാറിനെ കണ്ടേക്കട്ടെ മറിച്ച സാറിനെ കണ്ടേക്കട്ടെ എല്ലാ ദിവസവും 2000 രൂപ കൈക്കൂലി. ഈ 2000 രൂപ കൈക്കൂലി മേടിക്കുമ്പോൾ അയാൾ മര്യാദക്കാരനായിരിക്കും. അയാൾ വിചാരിക്കും ഓക്കെ കിട്ടണ മേടിച്ചു എന്നേ ഉള്ളൂ എന്നായിരിക്കും. പക്ഷേ ഈ 2000 രൂപ 30 ദിവസം 20 ദിവസം മേടിച്ച് കഴിയുമ്പോൾ ഒരു പ്രശ്നമുണ്ട് ഗൗതം. എന്താണെന്നറിയാമോ? അതിനനുസരിച്ചുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ അറിയാതെ വരും. അതായത് നമ്മൾ കുറച്ചുകൂടി ലാവിഷായിട്ട് സാധനങ്ങൾ മേടിക്കും, വീട്ടിൽ ചിലപ്പോൾ സ്നാക്സ് മേടിച്ചിട്ടില്ലും നമ്മൾ ചിലപ്പോൾ 2 അടിക്കും, ബാറി കയറി ഇങ്ങനെ പല പരിപാടികളും ചെയ്യും. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ എന്താണ് ഈ 2000 രൂപ കിട്ടാതിരിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മൾ കുത്തിരി പിടിച്ച് പതുക്കെ എന്ത് ചെയ്യും? കുറച്ചുകൂടി പ്രഷർ ചെയ്യും. ഇത് കിട്ടാനുള്ളൊരു വഴിക്ക് വേണ്ടി പ്രഷർ ചെയ്യും. കുറച്ചും കൂടി കഴിയുമ്പോൾ ഒരു 6 മാസം കഴിയുമ്പോൾ നമ്മുടെ സ്വഭാവം എൻ്റയർലി മാറിയിട്ട് ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുത്തിരി പിടിക്കും. ഈ കുത്തിരി പിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 5000 രൂപ കിട്ടാനുള്ളത്. ഇങ്ങനെ പതുക്കെ കിട്ടി പോകുമ്പോഴാണ് ഗൗതം എന്ത് ചെയ്യുന്നു പോകുന്നത്. മനസ്സിലായി? പിന്നെ ഈ കൈക്കൂലിയുടെ എല്ലാം ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ പണിയെടുക്കാനല്ല കൈക്കൂലി വേണ്ടത്, നിങ്ങൾ പണിയെടുക്കാതിരിക്കാനാണ്. അത് ആർക്കും മേടിച്ചൂടെ? നിങ്ങൾ പണിയെടുക്കാതിരിക്കാനായിട്ട്, അതായത് നിങ്ങൾ അവിടെ ഒന്ന് കണ്ണടക്കണം, ഞങ്ങളുടെ വണ്ടി അതുവഴി പോകും എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഇരിക്കാനാണ് ഈ കാശ് തന്നെ. സ്വാഭാവികമായിട്ടും മേടിക്കാതിരിക്കണമെങ്കിൽ വലിയ പിൻബലം വേണം. പിന്നെ ഒരു തവണ മേടിച്ചു പോയാൽ ഈ നെക്സസിലേക്ക് വലുതായിട്ട് അങ്ങനെ ചെന്ന് പെട്ടുപോകും. പിന്നെ ഒരു കാര്യം കൂടി ഗൗതത്തിനോട് പറയാം, പൊളിറ്റിക്കൽ പാട്രേജ് ഇല്ലാതെ രാഷ്ട്രീയ പാർട്ടികളുടെയോ ആളുകളുടെയോ പിന്തുണയില്ലാതെ ഈ പരിപാടി ഇവിടെ നടക്കുകയില്ല. ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ പോലും നടക്കില്ല. പക്ഷേ ആ ഉദ്യോഗസ്ഥർക്കും ഇത്തരത്തിലുള്ള ആളുകൾക്കും ഒക്കെ തമ്മിൽ വലിയ ബന്ധങ്ങളുണ്ട്. ഈ സസ്പെൻഡ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്ക് MDMA നമ്മുടെ സംസ്ഥാനത്ത് വിൽക്കുന്ന ഈ അന്താരാഷ്ട്ര ഗ്യാങ് അല്ലെങ്കിൽ അന്തർ സംസ്ഥാന പ്രതികളുമായിട്ട് ബന്ധമുണ്ട് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ. അപ്പൊ ഈ MDMA എന്ന് പറയുന്നത് ഈ സിന്തറ്റിക് ഡ്രഗ് ഒരു മാരക വിഷമായിട്ട് സംസ്ഥാനത്ത് ഒഴുകിക്കൊണ്ടിരിക്കുക. ഇതിന്റെ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇത് ഇവിടെ എത്തുന്നത്? ഇതിപ്പോൾ ഗോവയെന്നും അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്നൊക്കെയാണ് ഈ സാധനം ഇവിടെ എത്തുന്നത്. ഇതൊക്കെ എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം. അതിൽ ഗൗതത്തിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെറുത് മേടിച്ചിട്ട് വന്ന് ബാംഗ്ലൂർ പോയി ചെറുത് മേടിച്ചിട്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് ചെറിയ ക്വാണ്ടിറ്റി, കാരണം ചെറിയ മേടിക്കാനേ കാശുണ്ടാവുള്ളൂ. ആ ചെറിയ ക്വാണ്ടിറ്റി ഇവിടെ കൊണ്ടുവന്ന് വിറ്റാൽ ലാഭം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോകുന്ന എല്ലാവരെയും പിടിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അതായത് ലാഭത്തിനും കച്ചവടത്തിനും വേണ്ടിയിട്ട് എന്ത് തെണ്ടിത്തരും ചെയ്യാന്നല്ലേ? അല്ല, എന്ത് തെണ്ടിത്തരം ചെയ്യാന്നുള്ളതല്ല. ഗൗതം അറിയേണ്ടത് വലിയ റാക്കറ്റുകളുണ്ട്. ഇത് കൃത്യമായി ഓർഗനൈസ് ചെയ്ത് പറഞ്ഞ വലിയ റാക്കറ്റുകൾ. ആ വലിയ റാക്കറ്റുകളിൽ നിന്ന് കൃത്യമായി നിങ്ങൾക്ക് മാസപ്പടി കിട്ടുന്നുണ്ട്. മനസ്സിലായി? അപ്പം നിങ്ങളുടെ 2 ഡ്യൂട്ടിയാണുള്ളത്. ഒന്ന്, ഈ വലിയ റാക്കറ്റുകളെ നിങ്ങൾ പിടിക്കാതിരിക്കണം. ഒന്ന്. രണ്ടാമത്തെ എന്ത് ചെയ്യണം? ചെറിയ ആളുകളെ നിങ്ങൾ പിടിക്കണം. ചെറിയ ആളുകൾ വലിയ ഭീഷണിയാണ്. കാരണം ഇപ്പോൾ ഹൈബ്രിഡ് കഞ്ചാവോ അല്ലെങ്കിൽ MDMA ഒക്കെ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ കുറഞ്ഞ റേറ്റിന് വിൽക്കാം. അതിലൊരു കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ വിൽക്കുമ്പോൾ അവനെ പോയി ഉടനെ തന്നെ പൊക്കണം. അല്ലാതെ വലിയ ക്വാണ്ടിറ്റി ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്. പിടിച്ചു എന്ന് കാണാൻ
പറ്റില്ല. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരു പ്രമുഖ നടനെ പറ്റിയിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായി. അപ്പൊ അതിൽ പല ആൾക്കാരും ചോദിച്ചൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ് പ്രമുഖ നടന്റെ പേര് പറയാൻ ഭയമാണോ എന്നുള്ളതാണ്. ആ പ്രമുഖ നടൻ ഇത്തരത്തിലുള്ള സിന്തറ്റിക് ഡ്രഗുകൾക്ക് അടിമയാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് അയാൾ സിനിമയിൽ പല സീനുകളും അഭിനയിക്കാറുള്ളത്. ഇതിനെ തുടർന്ന് ഡി അഡിക്ഷൻ സെന്ററിൽ പോലും ഇയാളെ ആക്കിയിട്ടുണ്ടായി കുറെ ദിവസങ്ങൾ. ഇതൊരു യാഥാർത്ഥ്യമാണ് സാർ. അല്ല, ഇത് ഈ ഒരു നടൻ കാട്ടി പോയിട്ട് പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ട് വന്നത് ഒരു നടൻ. ഇനി വേറെ എത്രയോ നടന്മാർ ഈ പറയുന്ന യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞ ഒരു നടൻ മാത്രമല്ല, ഒരു നടൻ വലിയ അഭിനയ മികവുള്ളൊരു നടനാണ്, അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത് ടീനി ടോം ആരെക്കുറിച്ചാണ് പറഞ്ഞത്? പല്ലും എല്ലും ഒക്കെ ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു നടനെ എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ചാണ്? പിന്നെ ഇത് നേരിട്ട് അങ്ങോട്ട് പറയാമെന്ന് വെച്ചാൽ ഭയം ഉണ്ടായിട്ടല്ല. ഇത് പറഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പുള്ളി നമുക്കെതിരെ ഡിഫോമേഷൻ കേസിന് പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ പിന്നെ അതിൻ്റെ പുറകെ പോലീസ് അന്വേഷിക്കണമെങ്കിൽ തെളിവ് ഹാജരാക്കാൻ വേണ്ടി വെക്കണം. നമുക്ക് തെളിവ് ഹാജരാക്കാൻ പറ്റും? നമുക്ക് പറ്റില്ല. അത് നമുക്ക് പറ്റും. നമ്മൾ പിന്നെ ഈ പണിയെല്ലാം നിർത്തിയിട്ട് എന്ത് ചെയ്യണം? ഈ പറയുന്ന ചോദ്യം ചോദിക്കുന്ന നാട്ടുകാരൊക്കെ കൂടി നമുക്ക് കാശ് തരുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ പണിയുടെ പുറകെ പണി ചെയ്താൽ നമ്മളിപ്പോൾ ഒരു ദിവസം 2 ദിവസം മെനക്കെട്ടിറങ്ങിയ തെളിവ് കിട്ടും. തെളിവ് കിട്ടും. പിന്നെ നമ്മുടെ ഉദ്ദേശം എന്താ? ഏതെങ്കിലും എക്സോ വൈയോ എന്ന് പറയുന്ന ഒരു നടനെ ഇത് പൊളിച്ച് കാണിച്ചിട്ട് അവനെ രക്ഷിച്ച് നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ഉദ്ദേശം ഒറ്റ കാര്യമുള്ളൂ, ഇതിവിടെ നിലവിലുണ്ട്, അത് ഗവൺമെൻറ് ഇപ്പോൾ നടപടി എടുക്കണമെന്ന് ചൂണ്ടിക്കാണിക്കാൻ മാത്രമേ ഒരു മാധ്യമപ്രവർത്തകന് പറ്റുള്ളൂ. അല്ലാതെ അതിനുമപ്പുറത്തേക്ക് നമ്മൾ പോയി അവരെ ഒടിച്ചിട്ട് പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഹാജരാക്കാൻ പറ്റും? എന്തീ പറയണവർ? അത് നടക്കില്ല. പിന്നെ പല സിനിമകളും കൃത്യമായിട്ട് കണ്ടാൽ പോലും സാമാന്യ ബോധമുള്ളവന് മനസ്സിലാവും ഇത് ബോധത്തോടുകൂടി ചെയ്യാൻ പറ്റില്ലെന്ന്. വളരെ യങ്സ്റ്റർ ആയിട്ടുള്ള ഒരു നടനുണ്ട്, വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള. ഈ സാധനം കൊടുത്തിട്ടാണ് ഇത് അഭിനയിക്കുന്നത്. പിന്നെ ഈ ഇപ്പം ശ്രീനാഥ് ബാസിയെയും അതുപോലെ തന്നെ പലരെയും ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചല്ലോ. ഞാൻ ചോദിക്കുന്നത് ഇത് എങ്ങനെയാണ് ഇവിടെ ലാവിഷായിട്ട് കിട്ടണേന്നേ? എങ്ങനെയാണ് ഈ താരങ്ങൾക്ക് ഇത് ലാവിഷായിട്ട് കിട്ടുന്നത്? അപ്പം ഇതിൻ്റെ പിന്നിൽ ഈ പല യോദ്ധാവ് തൂഫാൻ ഇതെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഇത്രയും പ്രഷറില്ലാതെ കുറച്ചുകൂടി ഭംഗിയായിട്ട് ഇത് നടപ്പിലാക്കാൻ പറ്റൂട്ടാ. ഇത് വെറുതെ നടപ്പാക്കരുത്. ഇതിൻ്റെ സൈഡിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ കൂടി നടപ്പിലാക്കണം. നമ്മൾ നാടുകളിൽ മുഴുവൻ കളിക്കളങ്ങൾ ഒരുക്കണം. നിരവധി സംഭവവികാസങ്ങൾ ചെയ്യണം. എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കും അതുപോലെ യങ്സ്റ്റേഴ്സിനും ഒക്കെ എൻ്റർടൈൻ ചെയ്യാവുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടാവണം. കോളേജുകളിലും അതുപോലെ സ്കൂളുകളിലും തന്നെ ഇത് ലഹരി എന്ന് പറയുന്നത് ഇതിനേക്കാൾ വലിയ ലഹരി നമ്മുടെ വലിയ ബന്ധങ്ങളും സ്നേഹവും ഒക്കെയാണെന്ന് ആളുകളെ പഠിപ്പിക്കണം. ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മുടെ മറ്റേ കഞ്ചാവ് അടക്കമുള്ള സാധനങ്ങൾ അങ്ങനെ ലീഗലൈസ് ചെയ്യണം. ഏത് ഒറിജിനൽ കഞ്ചാവ്. എന്നിട്ട് ഗവൺമെൻറ് കൃത്യമായിട്ട് കഞ്ചാവ് കൊടുക്കണം. കഞ്ചാവ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ മറ്റേ ഇപ്പം ലിക്കർ ഷോപ്പ് തുറന്നു വെച്ചേക്കണ പോലെ കൊടുക്കരുത്. അതായത് അവിടെ ചെന്ന് 3.5 മണിക്കൂർ ക്യൂ നിന്ന് അവൻ്റെ നടുവൊടിഞ്ഞിട്ട് സാധനം കൊടുക്കരുത്. സാധനം കൂളായിട്ട് കൊടുക്കണം. അപ്പം അതുകൊണ്ട് ഇതൊക്കെ കൃത്യമായി ചെയ്താൽ ഈ സംഭവം ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാം. ഇപ്പം മോഡി ഗവൺമെന്റിന്റെ 0 ടോളറൻസ് അഗെയിൻസ്റ്റ് ഡ്രഗ് അതിന്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് ഈ ഓപ്പറേഷൻ റേജ് ബില്ലിന്റെ ഭാഗമായിട്ട് ഒരു ജിഹാദ് ഡ്രഗ് എന്ന് വിളിക്കപ്പെടുന്ന ഈ ക്യാപ്റ്റഗൺ പിടിക്കപ്പെടുകയുണ്ടായി. അത് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിൽ ഈ തീവ്രവാദ ബന്ധമുള്ള അല്ലെങ്കിൽ ക്രിമിനൽ ഗാങ്ങുകൾ അവരുടെ ഈ ഗാങ്ങിന് ആവേശഭരിതമാക്കാൻ അല്ലെങ്കിൽ ഉത്തേജനമാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണെന്നാണ് മനസ്സിലാക്കുന്നത്. അതാണ് ഒരാഴ്ച മുമ്പ് ഇന്ത്യയിൽ നിന്ന് പിടിക്കപ്പെട്ടത് ക്യാപ്റ്റഗൺ. എൻ്റെ പൊന്നു ഗൗതം, വളരെ ഓൺ റെക്കോർഡ് തന്നെ, പക്ഷെ തെളിവൊന്നും ഹാജരാക്കാൻ പറ്റില്ലെങ്കിൽ ഒരു കാര്യമുണ്ട്. ഈ ലോകത്ത് കിട്ടാവുന്ന എല്ലാ ഡ്രഗും ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. പിന്നെ താങ്കൾ പറഞ്ഞതിനേക്കാൾ ഇതിൻ്റെ ചരിത്രമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഹിറ്റ്ലർ അടക്കം അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളടക്കമുള്ള നിരവധി ആളുകൾ ഉറങ്ങാതെ യുദ്ധം ചെയ്യാൻ വേണ്ടിയൊക്കെ തന്നെ ഡ്രഗ്സ് യൂസ് ചെയ്തിരുന്നു. ഈ ഡ്രഗ്സ് എന്ന് പറയുന്ന ഒരു കാര്യം തെറ്റാണെന്ന് നമ്മൾ ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്നത് ഇപ്പോൾ ക്യാൻസറിനടക്കമുള്ള പല കാര്യങ്ങൾക്കും മരുന്നുകളായിട്ട് ഇത്തരം ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതില്ലാത്തൊരാൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു കിക്ക് എന്ത് ചെയ്യും? കിട്ടും. അപ്പോൾ അത്തരത്തിൽ പല ഡ്രഗുകളും ഇന്ത്യയിൽ നിരവധി അവൈലബിൾ ആണ്. കൊക്കൈൻ അടക്കമുള്ള കാര്യങ്ങൾ, താങ്കൾ പറഞ്ഞ ക്യാപ്റ്റീവ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എവിടെയാണെന്ന് അറിയാമോ? ഇത് ഈ പറയുന്ന ഇതിൻ്റെയൊക്കെ ആത്മാർത്ഥതയിലും വലിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇത്തരത്തിലുള്ളൊരു ചർച്ച കണ്ടതും ഗംഭീരമായിട്ടുള്ള കാര്യം കണ്ടതും ആ ജിംസാണ്. ആ ജിംസ് ഇരുന്ന് മീഡിയ വണ്ണിൽ ചർച്ച ചെയ്തത്. പക്ഷേ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയാമോ? മീഡിയ വൺ ലഹരിക്കെതിരെ വലിയ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കഴിഞ്ഞ കൊല്ലം. പക്ഷേ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ അതേ ക്യാമ്പയിൻ നടത്തുന്നവർ മറ്റേ നമ്മുടെ താലിബാൻകാരുടെ ആരാധകരുമാണ്.
താലിബാൻ അവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഹെറോയിൻ ലോകം മുഴുവൻ വിൽക്കുക എന്നുള്ള. നമ്മൾ ഇത്തരത്തിലുള്ള ഈ ഡ്രഗിനെ കുറിച്ച് പ്രത്യേകിച്ചും MDMA വരുന്നത് എങ്ങനെയാണ്? ഇത്തരം പ്രതികളെ പിടികൂടണം എന്ന് പറയുമ്പോൾ വേണ്ട രീതിയിലുള്ള ഒരു പിന്തുണ ലഭിക്കുന്നില്ല. ഏതാ വേണ്ട രീതിയിലുള്ള പിന്തുണ ഒരിക്കലും ലഭിക്കില്ല. കാരണം എന്താണെന്നറിയാമോ? ഇത് ഉപയോഗിക്കാത്ത, ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾ ഇതിൻ്റെ ഗൗരവമുള്ള പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയില്ല. ഒന്ന്. രണ്ടാമത്തത്, ഇതിൻ്റെ ഗൗരവമുള്ള പ്രശ്നങ്ങളും അറിയുന്നവരൊക്കെ ആയിരിക്കും. അവരിൽ രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് ഇത് അറിയാവുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഗുണമുള്ളവരായിരിക്കും. ഇപ്പം കേരളത്തിലെ പോലീസുകാരിൽ ഗൗതം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു DYSP SP റാങ്കിലുള്ള ഏതെങ്കിലും പോലീസുകാരായിട്ട് ഒരു പരിചയപ്പെട്ടു ഒന്ന് ചോദിച്ചു നോക്ക്. ഒരു എക്സൈസിലുള്ള ഒരാളോട് ഗൗതം വേണമെങ്കിൽ ചോദിച്ചു നോക്ക്. അവർ ഗൗതത്തിനോട് ഇങ്ങോട്ട് 500 കഥ പറയും. അതെന്താണെന്ന് വെച്ചാൽ അവർക്കറിയാം ഇതിൻ്റെ ഗൗരവം എന്താണ്, ഇത് ഇവിടെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വലിയ പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ അറിയാം. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ഇത് അവരൊന്നും വിചാരിച്ചാൽ പോലും നിലനിൽക്കാൻ പറ്റില്ല. ഇനി ഒരു കാര്യം കൂടി ഗൗതത്തിനോട് പറഞ്ഞോട്ടെ. കഴിഞ്ഞ തവണ ഈ മൂവാറ്റുപുഴയിൽ ഈ ബെറ്റിംഗ് ഗ്യാങ്ങുകൾ ഉണ്ടായിരുന്നു. ഈ ബെറ്റിംഗ് ഗ്യാങ്ങുകളെ കുറിച്ച് നമ്മളൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഗൗതം അറിയേണ്ടത്, ആ ബെറ്റിംഗ് ഗ്യാങ്ങുകൾ നടത്തുന്നതിലെ ഏറ്റവും പ്രധാന കണ്ണി എന്ന് പറയുന്നത് ഒരു പോലീസുകാരനാണ്. അപ്പോൾ അദ്ദേഹം ഇതുവഴി കോടികളും ലക്ഷങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളിയാണ് ഇതിന് അങ്ങേയറ്റത്തെ കണ്ണി. പക്ഷെ പുള്ളിയിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് പ്രശ്നമുണ്ട്. അതുകൊണ്ട് പുള്ളിയുടെ അവിടെ വരെ എത്തുമ്പോഴുള്ള പേര് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അറിയാൻ പറ്റൂ. ഇതേപോലെ ഈ പറയുന്ന മാഫിയകളുടെ ഭാഗമായി ഇപ്പം ചൈത്ര തെരേസ ജോൺ ഇത് വന്ന് പുറത്തു വന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പറയാം പോലീസിൽ ബന്ധമുണ്ടെന്ന് പറയാം. ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ചൈത്ര തെരേസ ജോണിന്റെ ജീവന് യാതൊരു അപകടവും ഇല്ലാതിരിക്കട്ടെ. ചൈത്ര തെരേസ ജോൺ കുറച്ചുകൂടി നട്ടെല്ലുറപ്പുള്ള ഒരാളാണ്. നിങ്ങൾ അറിയേണ്ടത് CPM ഓഫീസിൽ കയറി പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് അവർ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സ്ഥലം മാറ്റപ്പെട്ട ഒരാളാണ്. അവരുടെ ഫാദർ എന്ന് പറയുന്നത് വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു IRS ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. പക്ഷേ എങ്കിൽ പോലും ചൈത്ര തെരേസ ജോണിന് അറിയാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടാക്സ് എടുക്കുന്ന ആളുകളോടോ ബാക്കിയുള്ളവരോടോ കളിക്കുന്നത് പോലെയല്ല നമ്മളൊരു മറ്റേ ലഹരി മാഫിയ എന്ന് പറഞ്ഞ് കളിക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ ഗൗതത്തോട് കണക്കൊന്നും പറയുന്നില്ല, കാരണം കണക്കൊന്നും സ്റ്റാറ്റിസ്റ്റിക്കലി ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കണക്കൊന്നും ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ ഒരു കാര്യം ഗൗതത്തോട് പറയാം, വലിയ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തുള്ള വൻ കോടികളാണ് ഇതുവഴി ഇന്ത്യ മുഴുവൻ. ഇതിന്റെ പിന്നിലെ ഇപ്പം എന്താണ് 227 കിലോളം വരുന്ന കാപ്റ്റഗൺ ടാബ്ലറ്റ് ആണ്. എന്താണ് അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏതാണ്ട് 182 കോടി രൂപ. സിറിയൻ നാഷണൽസ് അവരെ കയ്യിൽ നിന്നാണ് അവരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്, അവരെ കയ്യിൽ നിന്നാണ് ഇത് പിടികൂടിയത്. അപ്പോൾ പൈസ മാത്രമല്ല, ഇതുകൊണ്ട് ഇത് വിൽപ്പന നടത്തി എനിക്ക് ഒരുപാട് പണം ഉണ്ടാക്കാം എന്നത് മാത്രമല്ല ഉദ്ദേശം, മറ്റെന്തൊക്കെയോ ആണ് ഉദ്ദേശം. പൈസ മാത്രമല്ല ഗൗതം ഇതിൻ്റെ പിന്നിൽ. പിന്നെ ഇതിൻ്റെ അടുത്തൊരു ഫാക്ടർ കൂടി പറയാതെ പോകാൻ പറ്റില്ല. ഇപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ ഗൗതത്തിനോട് പറഞ്ഞു, ഗൗതം ബുദ്ധ്നഗർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇതുപോലെ തന്നെ ഒരു മെത്ത് ലാബ് പിടികൂടിയപ്പോൾ അതിൽ 7 വിദേശികളാണ് ഉണ്ടായിരുന്നത്, ആഫ്രിക്കക്കാരായിട്ടുള്ള ആളുകൾ. അപ്പോൾ ഇതെങ്ങനെ ഇന്ത്യയിൽ വരുന്നു, എങ്ങനെ ഇത് നടക്കുന്നു എന്നുള്ളത് നമ്മളൊന്ന് പഠിക്കണ്ടേ. എങ്ങനെയാണ് വിദേശികൾ ഇന്ത്യയിൽ വരണമെങ്കിൽ ഗൗതത്തിന് അറിയുമെന്ന് അറിയില്ല, പ്രേക്ഷകർ അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ്. വിദേശികൾ ഇന്ത്യയിൽ വന്നു എന്ന് വിചാരിക്കും. ഇപ്പം നിങ്ങളൊരു ഹോട്ടലിൽ താമസിക്കാൻ കയറിയാൽ ആ ഹോട്ടൽ ഉടനെ തന്നെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. ഇപ്പൊ താജിൽ വന്ന് ഒരു 5 പേര് താമസിക്കാൻ വന്നു കഴിഞ്ഞാൽ 5 പേരുടെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തുകൊണ്ട് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. അപ്പൊ അത്രത്തോളം സ്ട്രിക്റ്റായി കാര്യങ്ങൾ നീക്കുന്ന സ്ഥലത്താണ് ഗൗതം ബുദ്ധ്നഗർ പോലീസ് സ്റ്റേഷനിൽ ഇതുപോലെ ആളുകളെ പിടിച്ചിട്ടുള്ളത്. ഇപ്പൊ താങ്കൾ പറഞ്ഞ കേസിലും വിദേശത്തു നിന്നുള്ള പൗരന്മാരുടെ അടക്കമുള്ള ആളുകളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഇതിലുള്ള പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇതിന് ഉപയോഗിക്കുന്ന പണം, അല്ലെങ്കിൽ ഇതിൻ്റെ അൾട്ടിമേറ്റ് എൻഡിൽ ഉപയോഗിക്കുന്ന പണം എവിടെയെന്ന് വെച്ചാൽ ടെററിസത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്, തീവ്രവാദത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇപ്പൊ നിങ്ങൾ തീവ്രവാദത്തിന്റെ ഏറ്റവും വലിയ തീവ്രവാദത്തിന്റെ ഏറ്റവും വലിയ കണ്ണി പലരും താങ്കള് മറ്റെന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്തെങ്കിലും ആണെന്ന് പറഞ്ഞോട്ടെ, അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല. ഞാൻ പറയുന്നത് ഇത് കൃത്യമായ റിപ്പോർട്ടുകളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഹാജി പാകിസ്ഥാനിലുള്ള ഹാജി അലി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പ് എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ അവർക്ക് ISIയുമായി ബന്ധമുള്ളതാണ്, നിരവധി കാര്യങ്ങളുള്ളതാണ്. ഇപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം ഒരു തീവ്രവാദി ആക്രമണം നടത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആളുകൾ ആരായിരുന്നു അത് പിടിച്ചത്? ദാവൂദ് ഇബ്രാഹിമിൻ്റെ ആയിട്ട് ബന്ധമുണ്ടെന്നാണ് പറഞ്ഞു കേട്ടിരുന്നത്. ശരിയല്ലേ? എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ദാവൂദ് ഇബ്രാഹിമായിട്ട് എങ്ങനെ ബന്ധപ്പെടണ? ഈ പണം ഉണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന ആളുകളും തീവ്രവാദ പ്രസ്ഥാനങ്ങളും ഒക്കെ തമ്മിൽ വലിയ ബന്ധം ഉണ്ടാവപ്പെടും. കാരണം എന്താ? ഇവരവർക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം. അവിടെയാണ് ഇതിന്റെ പ്രശ്നം. ഇപ്പൊ ചിലവർ പറയുന്നുണ്ട്, ഇപ്പൊ മദ്യം എന്ന് പറയുന്നത് കഴിക്കാൻ പറ്റില്ല, പക്ഷെ ഡ്രഗുകൾ ഉപയോഗിക്കാം. അതാണ് അടുത്ത പ്രശ്നം. അങ്ങനെ ഒരു സംഗതി ഉണ്ട്. ഡ്രഗ് ഉപയോഗിച്ചാൽ ഒന്നും പേടിക്കാനില്ല. ഒന്ന്, ഡ്രഗ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നാളെ നിങ്ങൾ വഴി കൂടി പോവാണ്, വണ്ടി ഓടിച്ചു പോവാണെങ്കിൽ തന്നെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഊതിച്ചു നോക്കിയിട്ട് എങ്ങനെ അറിയാൻ പറ്റും?
ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇനി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അന്ന് ഷൈൻ ടോം ചാക്കോ ഇതുപോലെ മറ്റേ ഹോട്ടലിൻ്റെ മുകളിൽ നിന്ന് എന്ത് ചെയ്തു, ജസ്റ്റ് വെറുതെ ഒന്ന് ഓടിയാന്ന് പറഞ്ഞ് ഓടിയിട്ട് 2 ദിവസം കഴിഞ്ഞ് ഒന്ന് പിടികൊടുത്തിട്ടുണ്ടെങ്കിൽ 14 ദിവസം കഴിഞ്ഞാൽ ചില മയക്കുമരുന്നുകൾ 2 ദിവസം 14 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡിലൊരു ഇതും ഉണ്ടാവില്ല. ചിലത് ഒരാഴ്ച കഴിഞ്ഞ് ഉണ്ടാവില്ല. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾ പിടികൊടുത്താൽ മതി, കേസെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ഈ തൂഫാൻ ഗീഫാൻ എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഡയലോഗൊന്നും അടിച്ചിട്ട് കാര്യമില്ല. സത്യം പറഞ്ഞാൽ ഒരു പേര് ഇടേണ്ട കാര്യമില്ല. പേരിട്ടേക്കണ നല്ല കാര്യമാണ്, കാരണം എന്ന് വെച്ചാൽ അതൊരു ഇമേജ് ബിൽഡിങ്ങിനാണ്. ഈ MDMA ഒക്കെ ഉപയോഗിക്കുന്നതിൽ 20, 25, 22 കൊച്ചു പെമ്പിള്ളേര് പോലും ആകൃഷ്ടരാവുകയാണ്. അവരെ പല രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് യൂസ് ചെയ്യാണ്. ഇപ്പൊ എന്തിനാണ് അടിസ്ഥാനത്തിൽ ആളുകൾ ഈ MDMA പോലുള്ള ഇത്തരത്തിലുള്ള ലഹരികൾ ഉപയോഗിക്കുന്നത്? സാർ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അല്ല, ഇതിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഭയങ്കര ശരിക്കും പറഞ്ഞാൽ അടിവേരകളിലേക്കുള്ള ഒരു ചോദ്യമാണ് ഗൗതം ചോദിച്ചത്. ഞാൻ വളരെ ലളിതമായിട്ട് അതിന് ഉത്തരം പറയുകയാണ്. ഈ ഉത്തരം സഫീഷ്യൻ്റ് ആവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പം നമ്മളുടെ ഇവിടെ എല്ലാം തന്നെ ഒരു മൈക്രോ ഫാമിലികളാണുള്ളത്. ഇപ്പോൾ പണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി വന്നു, അവൻ്റെ സ്വഭാവത്തിൽ ചില വ്യത്യാസങ്ങൾ ഒരു ടീനേജിൽ കാണുമ്പോൾ തന്നെ ശ്രദ്ധിക്കാനുള്ളതായിരുന്നു. ഇന്നിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും പാരൻസ് രണ്ടുപേരും ജോലിക്കാരായിരിക്കും. അവർ രാവിലെ ജോലിക്ക് പോയിട്ട് രാത്രി വൈകി വന്നിട്ട് ചിലപ്പോൾ ഈ കുട്ടിയെ ശ്രദ്ധിക്കാനോ കുട്ടിയോട് സംസാരിക്കാനോ ഒന്നും താല്പര്യം ഉണ്ടാവില്ല. രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ആളുകളെ സംബന്ധിച്ചോളം പലപ്പോഴും അവരുടെ ഇമോഷണൽ ഡിപ്പെൻഡൻസി ഉണ്ട്. അതായത് ഗൗതത്തിന് എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. നമ്മളൊരു വലിയ സങ്കടത്തിലോ ബുദ്ധിമുട്ടിലോ ഒക്കെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നമുക്കത് പങ്കുവെക്കാൻ ഷെയർ ചെയ്യാനായിട്ടൊക്കെ ഒരാളെ കിട്ടുമ്പോഴാണ് പലപ്പോഴും ഈ പ്രണയമൊക്കെ പോലും ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇമോഷണൽ ഡിപ്പെൻഡൻസി ഈ പലപ്പോഴും പാരൻസിനോടോ കുട്ടികളോടോ വീടുകളിലോ ഒക്കെ കുറഞ്ഞു വരികയാണ്. അങ്ങനെ കുറഞ്ഞു വരുമ്പോൾ അവർ പിന്നെ കണ്ടെത്തുന്നത് ആരെയെന്നറിയാമോ? പലപ്പോഴും ഓൺലൈൻ വഴിയോ നെറ്റുകൾ വഴിയുള്ള ആളുകളൊക്കെ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പല സൗഹൃദങ്ങളിലേക്ക് പെട്ടുകൊണ്ട് പതുക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറച്ച് ആളുകളിലേക്കാണ് പെടുന്നത്. കാരണം ഇവർ ജീവിതത്തിൽ നിരാശരായിരിക്കും, ചിലപ്പോൾ പരീക്ഷകളിൽ തോറ്റിട്ടുണ്ടാവും, ചിലപ്പോൾ വീട്ടുകാർക്ക് തങ്ങളോട് സ്നേഹമില്ല എന്ന് തോന്നിയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള 100 കണക്കിന് പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളെ സത്യത്തിൽ സമൂഹം ഇപ്പം അഡ്രസ്സ് ചെയ്യുന്നില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാമോ ഗൗതം? കേരളത്തിലെ ഒരു ടൗണുകളിലാണ് ഇത് കൂടുതലുണ്ടാവുന്നത്. കേരളത്തിലെ ടൗൺ എന്ന് പറഞ്ഞാൽ കേരളം മൊത്തം ഒരു ടൗണാണ്, പക്ഷെ എങ്കിലും അതിൽ കുറച്ചുകൂടി ടൗണുകളിലാണ് ഇത് കൂടുതലുണ്ടാവുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് കൂടി ഗൗതത്തിനറിയോ? അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കളിസ്ഥലങ്ങളില്ല, നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ്സ് ഇല്ല. ഇപ്പോൾ ഗൗതം എറണാകുളത്ത് ജീവിക്കുന്ന ഒരാളല്ലേ, ഗൗതത്തിനോട് ഇതല്ലാതെ ഗൗതത്തിന് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 മേടിച്ച് അടിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയോ അല്ലാതെ വേറെ എന്താ ഒരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവുള്ളത്? നമുക്കൊരു വോളിബോൾ പ്രാക്ടീസ് ചെയ്യാനോ, നമുക്കൊരു ഫുട്ബോൾ കളിക്കാനോ, നമുക്കൊരു ക്രിക്കറ്റ് കളിക്കാനോ, നമുക്ക് ഈ പറയുന്ന പോലെ വേണ്ട ചീട്ട് കളിക്കാനോ പോലുമുള്ള ഒരു അവസരങ്ങൾ ഉണ്ടാവില്ല. ടർഫൊക്കെ ഉണ്ട്. അതൊക്കെ ഈ പറയുന്ന പോലെ 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊടുത്ത് വലിയ പണം ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളാണ്. ഇവിടെ അടക്കം ഈ ടർഫുകളിലടക്കം നിങ്ങൾ അറിയേണ്ടത്, ഹെൽത്ത് ക്ലബ്ബുകളിലടക്കം വലിയ തോതിൽ ഇത്തരത്തിൽ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വളരെ പ്രശ്നമുള്ള ഒരു ഇത്തരത്തിലുള്ള സൊസൈറ്റികളുടെ പ്രശ്നങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അഡ്രസ്സ് ചെയ്യുന്നില്ല. പിന്നെ അടുത്തൊരു വലിയ പ്രശ്നമുണ്ട്, അത് ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ഈ കളിസ്ഥലങ്ങളില്ലാത്തതിൻ്റെ പ്രശ്നം എന്താണെന്ന് ഗൗതത്തിനറിയോ? തോക്കാൻ നമ്മൾ പഠിച്ചു. അതൊക്കെ ശരിയാണ് സാർ. ഇതിൻ്റെയൊക്കെ ഒരു കാരണം കോർപ്പറേറ്റ് ലൈഫിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരം ഡ്രഗുകൾ ഉപയോഗിക്കപ്പെടുന്നത്. കാരണം ഈ MDMA പോലുള്ള രാസലഹരികൾ നമുക്ക് ഒരുപാട് അത് ഉപയോഗിച്ച ആളുകൾ പറയുന്നതാണ്, വളരെ എനർജറ്റിക് ആയിട്ട് നമുക്ക് കുറേ മണിക്കൂറോളം പവർ തരും, ശേഷി തരും. നമുക്ക് എന്ത് ജോലിയും വളരെ ആവേശത്തോടു കൂടിയിട്ട് ചെയ്യാൻ പറ്റും. സെക്ഷൽ ലൈഫിൽ വളരെ രീതിയിലുള്ള ഇതുണ്ടാകും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇത് ഉപയോഗിച്ച ആളുകൾ പറയുന്നത്. ഗൗതം പറയുന്നത് പോലും അല്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറഞ്ഞുതരാം. അതിൽ ഗൗതം പറയാതെ വിട്ട ഒരു പ്രശ്നമുണ്ട്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ പഠനം കഴിഞ്ഞ് ഇതിലൊന്നും പെടാതെ രക്ഷപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. അവർ പിന്നെ എത്തിപ്പെടുന്നത് എവിടെയെന്നറിയാമോ? ഒരു ഗൗതം പറഞ്ഞ പോലെ കോർപ്പറേറ്റ് ലൈഫിലേക്കാണ്. ഈ കോർപ്പറേറ്റ് ലൈഫിലുണ്ടാകുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് മറ്റൊരു രാജ്യത്തും ഇല്ലാത്ത വിധം കൂടുതലാണ് ഇന്ത്യയിലെന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ വിദേശത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു USA ജോലി ചെയ്യണമെങ്കിൽ അവിടെ ഒരിക്കലും എക്സ്ട്രാ ടൈം വർക്ക് ചെയ്യാനായിട്ട് അവിടുത്തെ ആളുകൾ നിൽക്കില്ല. എന്താ കാര്യം എന്നറിയാമോ? അവനെ സംബന്ധിച്ച് ലൈഫ് എന്ന് പറയുന്നത് എൻജോയ് ചെയ്യാനുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല, അത് പണം ഉണ്ടാക്കാനുള്ളതാണ്. ഇപ്പം കേരളത്തിലെ ഏറ്റവും വലിയ ഒരു എഡ്യൂടെക് കമ്പനി, ഞാൻ പറഞ്ഞ ഇപ്പം അത്തരം കമ്പനികളിലൊക്കെ തന്നെ വർക്ക് ചെയ്യുന്നവൻ ഒരാഴ്ച കൊണ്ടിട്ട് 2 ലക്ഷം രൂപയുടെ സെയിൽ നടത്തണം. ഏത് മഹാഭൂരിപക്ഷം വരും എഞ്ചിനീയർമാരാണ്. അപ്പോൾ 2 ലക്ഷം രൂപയുടെ സെയിൽ നടത്തണം. ഒരു വർഷം മാസം 8 ലക്ഷം രൂപയുടെ സെയിൽ നടത്തണം. അവൻ്റെ ശമ്പളം 1 ലക്ഷം രൂപയാണ്. അവൻ്റെ ശമ്പളം 70,000 1 ലക്ഷം രൂപയാണ്. അപ്പോൾ അവനത് ആ സെയിൽ എങ്ങനെയും നടത്തിയേ പറ്റൂ. ആ നടത്തുന്നതിൻ്റെ പ്രഷർ, സമ്മർദ്ദം, ആയില്ലെങ്കിലുള്ള ചീത്ത, ആളുകളുടെ ഇടക്കുള്ള അപമാനം, ഇതെല്ലാം സഹിക്കുമ്പോൾ അവരെന്താ ചെയ്യണമെന്നറിയോ? പലപ്പോഴും ഗൗതം അറിയേണ്ടത് ഇത് ഒരു തവണ ഒന്ന് വലിച്ചു നോക്കും, കുഴപ്പമില്ലെന്ന് തോന്നും. ഒരു തവണ ഇതൊന്ന് ചെയ്ത് നോക്കുന്നു തോന്നും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതത്തിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പല മീറ്റിങ്ങുകളിലും
മറ്റേ എന്ത് തന്നെ പറഞ്ഞാലും പ്രശ്നമില്ല, കാരണം ഇതിങ്ങനെ ഇരിക്കണേ. എന്താ കാര്യം എന്നറിയാമോ? സാധനം മറ്റേ നാക്കിനടിയിൽ ഇട്ടിട്ട് വന്നേക്കണേ, മനസ്സിലായി? അപ്പൊ അങ്ങനെ പ്രഷർ, ഈ പറയുന്ന കാര്യങ്ങൾ, ഇതിനെല്ലാം എളുപ്പത്തിലുള്ളൊരു സൊല്യൂഷൻ ഇതാണ് എന്നുള്ളൊരു പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇവർ കാണുന്ന എൻ്റർടൈൻമെൻറ്റുകളിൽ ഏറ്റവും വലുതാണ് സിനിമ, ഏറ്റവും വലുതാണ് സിനിമയുടെ പ്രൊമോഷൻസ്. ഇതിലൂടെ എല്ലാം ഇൻഡയറക്റ്റ്ലി ഇതിൻ്റെ പരസ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത്, എനിക്ക് രമേശ് ചെന്നിത്തലയോട് പറയാനുള്ളത്, ആദ്യമേ തന്നെ ഈ പ്രൊമോഷണൽ വീഡിയോകളും ബാക്കിയുള്ളതൊക്കെ ചെയ്യുമ്പോഴത്തേക്കുള്ള വേഷം കെട്ടലുകൾ അത് നിർത്തൽ ബുദ്ധിമുട്ടാണ്. കാരണം അവർ ചെയ്ത് പോലെ വലിച്ചെറിയുകയോ അവർ ഈ പറഞ്ഞ പോലെ മോശമായിട്ട് പെരുമാറുകയോ തെറി പറയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇതിൻ്റെ ബാക്കാണെന്ന് ഈ കേൾക്കുന്ന ആളുകൾക്കറിയാം, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ചെയ്താൽ നമ്മൾ കുറെ കൂടി റിലാക്സ്ഡ് ആയിരിക്കും, കൂളായിരിക്കും എന്ന് പറയുന്ന തോന്നലുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സോഷ്യൽ മീഡിയയിലൂടെ സത്യത്തിൽ ഇതിന്റെ പ്രചരണം വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്, അതായത് ഒരു ലഹരിയും ഉപയോഗിക്കുന്നില്ല എന്ന് ഒരാളെന്ന് വിചാരിക്കുക, അയാൾ അയ്യേ കഞ്ഞി അല്ലെങ്കിൽ മണ്ടനായിട്ടാണ് സമൂഹത്തിലെ ചില ആളുകൾ വിലയിരുത്തുന്നത്. നിങ്ങൾ മദ്യപിക്കില്ല, സ്മോക്ക് ചെയ്യില്ല, ഒരു ലഹരിയും, പച്ചയായ മനുഷ്യൻ, ഇങ്ങനെയുള്ള ആളുകൾ മണ്ടന്മാരാണ്. അല്ല, അതൊക്കെ എന്ന് പറഞ്ഞാൽ ഗൗതത്തിന് അറിയാഞ്ഞിട്ടാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന അവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ ദൂരത്തിൽ ഒരു ഹോമിയോ ഡോക്ടർ ഉണ്ട്. അപ്പൊ പുള്ളി ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ കുറിച്ചൊക്കെ പറയണ പച്ച തെറിയ പറയുള്ളൂ. ഓക്കെ, എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പൈൻറ്റ് മേടിച്ചാൽ ഒരു പെഗ് പോലും കഴിക്കില്ലെന്ന്, വേറെ കാര്യമൊന്നുമില്ല. പുള്ളിയെ സംബന്ധിച്ച് വെള്ളോടിയാണ് പുള്ളി മെയിൻ, മനസ്സിലായി? അപ്പൊ അതില്ലാത്തവരോടെല്ലാം പുള്ളിക്ക്. ഇപ്പൊ ഞാൻ എൻ്റെ മറ്റേ ഒരു കാര്യം ഡിസൈൻ ചെയ്ത, ഇപ്പൊ പേര് പറയുന്നില്ല, എൻ്റെ ഒരു കാര്യം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരാളുണ്ട്. ആ ഡിസൈൻ ചെയ്ത ആൾ എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് നമുക്ക് വലിയ റെസ്പെക്റ്റ് ഒന്നും ഇല്ല കേട്ടോ. അതെന്താ വെച്ചാൽ നിങ്ങൾ വെറുതെ ഒരു വെള്ളോടി ഇല്ല, മറ്റേ ഇതില്ല, വേറെ ദുശീലങ്ങളൊന്നുമില്ല, പല പ്രശ്നമാണ് നിങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്താ വെച്ചാൽ അത്തരത്തിലുള്ളൊരു മൈൻഡ് സെറ്റ്, ആ മൈൻഡ് സെറ്റ് നമുക്ക് കൂട്ടുകാരുണ്ടാവില്ല. കാരണം ഈ സൊസൈറ്റി അങ്ങനെ ഇപ്പോൾ കൂട്ടുകാരുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അതിനൊന്നും അതിജീവിക്കാൻ തക്ക കരുത്തും സത്യം പറഞ്ഞപ്പോൾ നമ്മുടെ കുട്ടികൾക്കില്ല. ആ കുട്ടികൾക്കില്ലാത്തതിൻ്റെ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഗൗതം അറിയേണ്ടത്. വാഴ എന്ന് പറയുന്ന സിനിമ പോലും വിജയിച്ചത്. വാഴ എന്തുകൊണ്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് ഗൗതത്തിനറിയും? വലിയ മോഹങ്ങൾ സ്വപ്നങ്ങളും ഒക്കെ ആയിട്ട് നടന്ന് ലാസ്റ്റ് അതൊന്നും എത്താതെ പോകുന്ന വാഴകളായി പോകുന്ന ആളുകളുടെ ഒരു സമരസപ്പെടലാണ് വാഴ 1ഉം വാഴ 2 ഒക്കെ വിജയിക്കുന്നത്. അതുകൊണ്ടാണ് വാഴ 3 ശരിക്കും പറഞ്ഞാൽ ഗൗതം വേണമെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ ദൃശ്യം സിനിമയേക്കാൾ വാഴ വലിയ ഹിറ്റ് അടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൃശ്യത്തിൽ മോഹൻലാൽ ഉണ്ടെന്ന് പറയാം, കാണാൻ ആരെങ്കിലും ചെല്ലുമെന്ന് പറയാം, മീന ഉണ്ടെന്ന് പറയാം, ഇത്തരത്തിലുള്ള ആളുകളുണ്ടെന്ന് പറയാം, ജിത്തു ജോസഫ് ഡയറക്ടർ ഉണ്ടെന്ന് പറയാം. വാഴ ഇതൊന്നും വേണ്ടി വന്നില്ല. വാഴയിൽ ഒരാളെ ജനത്തിന് ഇതിനു മുമ്പ് അറിയാൻ പാടില്ല. പക്ഷെ എന്തുകൊണ്ട് ഹിറ്റായെന്ന് അറിയാമോ? ആ കാണുന്നവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, റിലേറ്റ് ചെയ്യാൻ പറ്റും. അത്തരം മാനസിക അവസ്ഥകൾ, ആകുലതകൾ, ജീവിതത്തിൽ എന്തെങ്കിലും ആയിത്തീരുമോ എന്നുള്ള ആശങ്കകൾ, ഇവനൊക്കെ പാഴാണെന്നുള്ള കാര്യങ്ങൾ, പരീക്ഷയിൽ തോക്കുമോ എന്നുള്ള ഭയം, ഇങ്ങനെ നിരവധി ഭയങ്ങളിലൂടെ, പേടികളിലൂടെ, സ്റ്റാറ്റസ് അനുസരിച്ച് നമുക്ക് നിൽക്കാൻ പറ്റുമോ എന്നുള്ള ഭയം, എങ്ങനെയെങ്കിലും വിദേശത്തേക്ക് കടന്നാൽ മതി എന്നുള്ള ഭയം. വിദേശത്തേക്ക് കടന്നിട്ട് ഗൗതം അറിയേണ്ടത് വാഴയിലൊരു സീനുണ്ട്, അതായത് ഒരു പൈപ്പ് പൊട്ടിപ്പോയിട്ട് എന്ത് ചെയ്ത്, മനസ്സിലായി? അപ്പോൾ അത്തരത്തിലുള്ള പണികൾ ചെയ്യേണ്ടി വരുന്ന അങ്ങനെ വിഹുവലായിട്ട്. എന്നാൽ ഇനി ഗൗതം വേറെ ഒരൊറ്റ കാര്യം കൂടി പറയാം. ഈ ഇപ്പോൾ ഗൗതത്തിൻ്റെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്ത് ലണ്ടനിൽ പോയിന്ന് വെച്ചു, അമേരിക്കയിൽ പോയിന്ന് വെച്ചു, അവനവിടെ കഷ്ടപ്പാടും ദുരിതമാണെന്ന് വിചാരിച്ചു. അവനിങ്ങോട്ട് തിരിച്ചു അതിനെ ജോലി നിർത്തിയിട്ട് നമ്മൾ എന്തായിരിക്കും പറയാം? തൊട്ട് സമൂഹം മൊത്തം അവനെ എതിർക്കും. എന്താണെന്നറിയാമോ? ഇത്രയും നല്ല രാജ്യത്ത് പോയിട്ട് എങ്ങനെയാണെന്നൊക്കെ. പക്ഷേ നീ മാത്രമാണ് ഇങ്ങനെ എന്ത് ചെയ്യണത്? നിനക്ക് അത്ര സുഖമായിരുന്നു. എൻ്റെ പൊന്നുകത് അങ്ങനെയൊന്നുമല്ല. ഇപ്പം എൻ്റെ ഓഫീസിലുള്ള ഒരുത്തൻ മറ്റേ മർച്ചൻ്റ് നേവിയിൽ ജോലി കിട്ടി. അവൻ ജോലി വിട്ടു വന്നു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ അവൻ എന്നോട് പറഞ്ഞ വാചകമുണ്ട്, സാറേ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് എനിക്കൊരു ജോലി തന്നു പറഞ്ഞു. എന്നിട്ട് അവൻ എൻ്റെ ഓഫീസിൽ വന്നിട്ട് 3 മാസമായിട്ട് വീട്ടിൽ പോയിട്ടുണ്ടായില്ല. എന്താ കാര്യം എന്നറിയോ? ഇവൻ മർച്ചൻ്റ് നേവിയിൽ ജോലി കയറി, അവർ 65,000 രൂപ ശമ്പളം എന്ന് പറഞ്ഞു. ഇവൻ ജോലി കയറി കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു ആ ഷിപ്പ് എന്നറിയാമോ? മുകളിൽ കുഴപ്പമില്ല, മുകളിൽ മറ്റേ ക്യാപ്റ്റനും എഞ്ചിനീയറും ഒക്കെ താമസിക്കും. ഇവൻ താഴെയാണ് താമസിക്കേണ്ടത്. ഈ താഴെ താമസിക്കുന്നത് കാറ്റിൽസിനെ കൊണ്ടുപോകുന്ന മറ്റേ പശുക്കളെ, വലിയ പശുക്കളില്ലേ, പശുക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവൻ പറഞ്ഞ പശു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് എരുമേനൊക്കെ, കാരണം അത്തരത്തിൽ എരുമേനെ കൊണ്ടുപോകുന്ന ഷിപ്പാണ്. ഇവൻ തൊട്ടടുത്ത റൂമിലാണ്. ഈ എരുമകളുടെ കരച്ചിൽ കാരണം ഇവന് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള വലിയ വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകളുണ്ട്. അതൊന്നും ആളുകൾക്ക് മനസ്സിലാവില്ല. നമ്മൾ ഈ കേരളത്തിലെ സമൂഹത്തെ നമ്മൾ പഠിപ്പിക്കേണ്ടത് നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ നിങ്ങൾ അമേരിക്കയിലോ ലണ്ടനിലോ ആകുക എന്നുള്ളതല്ല. സന്തോഷം കണ്ടെത്തുക എന്ന് പറയുന്നത് ഡ്രഗിലൂടെയാണ്. സന്തോഷം പുതിയ അതാണ് പ്രശ്നം. MDMA ഉപയോഗിക്കലാണ് സന്തോഷം. അല്ല, അതാണ് അപ്പുറത്തേക്കുള്ളൊരു സന്തോഷം കണ്ടെത്താൻ സ്കൂൾ എഡ്യൂക്കേഷനിലടക്കം നിരവധി മാറ്റങ്ങൾ വരുത്തണം ഈ ലോകത്ത്. പിന്നെ ഒരു കാര്യം കൂടി യോഗത്തിനോട് പറയാം, ഇതിൻ്റെ മുഴുവൻ പരിഹാരം എന്താണെന്നറിയാമോ? ഈ ഡ്രഗ് ഇപ്പോൾ അവൻ്റെ വൻകിട ആളുകളെ മൊത്തം പിടിച്ചങ്ങാട് ഇല്ലാതാക്കിയിട്ട് ഡ്രഗ് നിർത്തിയാലോ ഒന്നും കൂടെ ഡ്രഗ് ഇല്ലാതാവൂല.
ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പരിഹാരം അത് രണ്ടും ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് സ്കൂൾ തലം മുതൽ കുട്ടികളെ കൃത്യമായി എഡ്യൂക്കേറ്റ് ചെയ്യുകയും വലിയ വലിയ രാജ്യങ്ങളിൽ ഇതെങ്ങനെയാണ് ഇറാഡിക്കേറ്റ് ചെയ്തത് എന്നുള്ളത് പഠിക്കുകയും ചെയ്തുകൊണ്ട് അത് കൃത്യമായി ഇവിടെ നടപ്പിലാക്കണം. പക്ഷെ അങ്ങനെ നടപ്പിലാക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും മറ്റേ മാധ്യമ വാർത്ത വരില്ല. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആളുകൾക്ക് ആത്യന്തികമായിട്ട് വേണ്ടത് സന്തോഷമാണ്. അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാർ ഇപ്പോൾ പറഞ്ഞ പലവധി സ്ട്രെസ്സുകൾ, കോർപ്പറേറ്റ് ലൈഫ്, മറ്റ് പല ആകുലതകൾ, പലതും എത്തിച്ചേരാൻ പറ്റുന്നില്ല, വാഴകളായി പോകുന്നു. ഇതൊക്കെ കൊണ്ട് അവർ സന്തോഷം കണ്ടെത്തുന്നത് മദ്യത്തിലോ അല്ലെങ്കിൽ ഡ്രഗിലോ മറ്റുള്ള കാര്യങ്ങളിലോ ആണ്. അതൊരു വലിയ ടോപ്പിക്കാണ്, വേണമെങ്കിൽ നമുക്ക് വേറൊരു ടോപ്പിക്കായിട്ട് എടുക്കാം. ഈ സന്തോഷം എന്ന് പറയുന്നതിൻ്റെ പ്രശ്നം എവിടെയാണെന്ന് അറിയാമോ ഗൗതം? വാട്ട്സ് മേക്സ് മീ ഹാപ്പി എന്നുള്ളത് ഞാൻ ചിന്തിക്കാൻ തുടങ്ങുകയും ഞാൻ അതിൽ സന്തോഷമായിട്ട് ജീവിക്കാൻ തുടങ്ങുകയും ചെയ്ത പ്രശ്നമില്ല. ഇതിൻ്റെ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ സൊസൈറ്റി നമ്മളെ നല്ലതായി കാണണമെന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ സന്തോഷം നഷ്ടപ്പെടും. മനസ്സിലെ? അതായത് സൊസൈറ്റി നമ്മളെക്കുറിച്ച് അത് പറയണം, സൊസൈറ്റി നമ്മളെക്കുറിച്ച് ഇത് പറയണം, രണ്ടും ചെയ്യുമ്പോൾ ജോലിയില്ലേ എന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഗൗതത്തോട് ഒരു ഉദാഹരണം പറയാം. ഞാനൊരു ഗവൺമെൻറ് സെക്ടറിൽ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ എന്നെ അവിടെ കൃത്യമായി സ്ഥിരപ്പെടുത്തുമെന്ന് എനിക്കറിയാവുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് പോകുന്ന ഒരാളാണ്. ഞാൻ അന്ന് പോകുന്നതിൻ്റെ പ്രശ്നം ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്നോട് പറയും. പക്ഷേ പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ ഗൗതം ഇപ്പോൾ നാളെ എന്നെ ഇപ്പം ഇത്രയും അറിയാവുന്നതുകൊണ്ടാണ്. അതല്ലെങ്കിൽ ഗൗതം അറിയേണ്ടത് ഏതൊരാളും ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയിട്ട് അത് വേണ്ടെന്ന് വെച്ച് ഇങ്ങനെ പോരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ അഹങ്കാരിയാണ്. പക്ഷേ അവൻ്റെ സ്വപ്നങ്ങൾ വേറെയാണ്, അവൻ്റെ സന്തോഷം വേറെയാണ് എന്നുള്ളത് എത്ര പേർക്ക്, 100-ൽ 2 പേർക്കെങ്കിലും അത് ധൈര്യത്തോടെ കളഞ്ഞിട്ട് വരാൻ പറ്റുമോ? എനിക്ക് പ്രധാനം എൻ്റെ സന്തോഷമാണ്, മറ്റെന്തിനേക്കാൾ അത് കളഞ്ഞിട്ട് വരാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ ബന്ധങ്ങൾ, സുഹൃത്തുക്കൾ, ഭാര്യ, കുട്ടികൾ, ഇവരെല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടി, അവരുടെ സന്തോഷം നോക്കണമെന്നല്ല, അവരുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടി പലപ്പോഴും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം ഇങ്ങനെ മുന്നോട്ട്. ഇപ്പോൾ ഇൻഫോ പാർക്കിൽ ജോലിയുള്ളതാണ്, അത് മതി കല്യാണം കഴിച്ചു. അപ്പോൾ ഭാര്യയോട് 3-ാമത്തെ ദിവസം പറയണം ഞാൻ ആ ജോലി വിട്ടിട്ട് പോരാൻ പോണെന്ന് പറഞ്ഞാൽ ഭാര്യ പറയേ നടക്കില്ല, നിങ്ങളും തോന്നിയ ദിവസം കാണിക്കണമെന്ന് പറയും. അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൂടെ മനുഷ്യൻ നടന്നു പോവുകയാണ്. അതുകൊണ്ടാണ് താങ്കൾ പറഞ്ഞ പോലെ ഒരു ഡിസാറ്റിസ്ഫാക്ഷനിൽ ഇത്തരത്തിലുള്ള ഡ്രഗ്സും കാര്യങ്ങളിലേക്കൊക്കെ എത്തിപ്പെടുന്നത്. ഇതിൻ്റെ കടക്കയിൽ കത്തി വെച്ചുകൊണ്ടും ഇത് കൃത്യമായി എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടും മാത്രമേ യഥാർത്ഥ ലോകത്തുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് മാറ്റിയിട്ടുണ്ട്. മാറ്റാൻ പറ്റും. കത്തിവെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമുഖ നടനെ തൂക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഒരു പ്രമുഖ നടനെ തൂക്കിയാൽ ഇത് ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം ഭയപ്പെടും. അത്തരത്തിലുള്ള കർശനമായിട്ടുള്ള നടപടികളല്ലേ ഈ തൂഫാന്റെ ഭാഗമായിട്ട് രമേശ് ചെന്നിത്തല നടത്തേണ്ടത്? അത് ചെയ്യാനുള്ള ധൈര്യം കടക്കൽ കത്തിവെക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നടന്ന് തൂക്കുക എന്നുള്ളതൊന്നുമല്ല, നമ്മുടെ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുള്ള. അതുകൊണ്ട് നിൽക്കട്ടെ, താങ്കൾ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. ഈ നടനെ തൂക്കിയാലൊന്നും ഈ പ്രശ്നം തീരില്ല. കാരണം ഈ ഒരു നടനല്ല, മിക്കവാറും നടന്മാർക്കെല്ലാം ഈ പ്രശ്നങ്ങളുണ്ട്. അവരെ ഒന്നും തൂക്കുമെന്നും അവരെയൊക്കെ ഇല്ലാതാക്കുമെന്നൊക്കെയുള്ള വൃഥാ സ്വപ്നം കാണുന്നതിനേക്കാൾ നല്ലത് രമേശ് ചെന്നിത്തല നാളെ രാവിലെ ചാടിയിട്ട് അമ്പിളിമാമനെ പിടിക്കുമെന്ന് പറയുന്നില്ലാണ്. അതൊന്നും നടക്കുന്ന കാര്യമല്ല. പക്ഷേ ഇതിൻ്റെ കുറക്കാൻ, ഈ പറയുന്ന കെണി വെച്ച് പിള്ളേരെ പിടിക്കുന്നതും ബാക്കിയുള്ളതായിട്ടുള്ള കാര്യങ്ങൾ കുറക്കാൻ ഈ ചെയിൻ കട്ട് ചെയ്യുകയും അതോടൊപ്പം വലിയ ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തുകയും വേണം. പക്ഷെ കയ്യടി കിട്ടൂല, ഡെയിലി വാർത്തയും വരില്ല. അതേസമയം താങ്കൾ പറഞ്ഞ പോലെ ഒരു നടനെ അറസ്റ്റ് ചെയ്യലോ അല്ലെങ്കിൽ ആളുകളെ അറസ്റ്റ് ചെയ്യലോ പോലീസിനെ പുറത്താക്കലോ ഒക്കെ ചെയ്ത ആളുകൾ വരും. ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊന്നുമല്ല. ആദ്യം ചെയ്യേണ്ടത് കേരള പോലീസിൽ ഇതാരൊക്കെയാണ് കൂട്ടുവെക്കുന്നതെന്ന് പറഞ്ഞ് അവരാദ്യം തന്നെ പറഞ്ഞുവിടുക എന്നുള്ളതാണ്. പക്ഷേ ഗൗതം ഞാൻ ഉറപ്പ് പറയുന്നു അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. കാരണം അതിൽ മുതിർന്ന പോലീസുകാരെയൊക്കെ പറഞ്ഞു വിടൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ്.